പ്രഭാസിനെ നായകനാക്കി നാഗാർജുൻ ഒരുക്കി വമ്പൻ വിജയചിത്രമായിരുന്നു 'കൽക്കി 2898 AD'. മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 1000 കോടിക്ക് മുകളിലാണ് നേടിയത്. ചിത്രത്തിലെ സുപ്രീം യാഷ്കിൻ എന്ന വില്ലനായി കമൽഹാസൻ എത്തുന്നുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിനായി കമൽഹാസൻ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കൽക്കിയിൽ 20 ദിവസം അഭിനയിക്കുന്നത് കമൽഹാസന് 150 കോടിയിലാണ് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു ഓൺലൈൻ മീഡിയത്തിൽ പറയുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന നടനാണെന്ന് പറഞ്ഞു. ഒരു ദിവസം $1 മില്യൺ സാറിന്റെ വരുമാനം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ നേരെ കൽക്കിയുടെ നിർമ്മാതാവ് അശ്വിൻ ദത്തിന്റെ പക്കൽ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവരോട് ഇതേ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ കമൽ സാറിന് വെറും 10 ദിവസം മാത്രമാണ് ഡേറ്റ് നൽകിയതെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം $2 മില്യൺ കമൽ സാർ വാങ്ങുന്നത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണെന്ന്. കമൽഹാസനും അമിതാഭ് ബച്ചനും തമ്മിലുള്ള രംഗങ്ങളാണ് നിലവിൽ ചിത്രീകരിക്കുന്നത്. സിനിമയുടെ രണ്ടാം ഭാഗത്ത് നിന്ന് ദീപികയെ ഒഴിവാക്കിയെന്ന വിവരം ആരാധകരെ ഞെട്ടിച്ചു. തന്റെ പ്രതിഫലത്തിൽ 25% വർധനവാണ് ദീപിക പദുകോൺ ആവശ്യപ്പെട്ടതെന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം തന്റെ ജോലി സമയം 7 മണിക്കൂറായി ചുരുക്കണമെന്നും ദീപിക ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് സംബന്ധിച്ച് നടിയുമായുള്ള ചർച്ചകൾ നടന്നെങ്കിലും നിർമ്മാതാക്കൾക്ക് ഒത്തുചേർന്ന് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് വിവരം.